ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു കേരള ലഞ്ച് മെനുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് 2 റെസിപ്പീസാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബീട്രൂട്ട് കൊണ്ടൊരു കറിയും പിന്നെ ഒരു അമരക്കായും പയറും കൂടിയുള്ള ഒരു മെഴുക്കുവരട്ടിയും കൂടിയാണ്. അപ്പോൾ ബീട്രൂട്ടിന് കേട്ട ഉടനെ ഓടാൻ നിൽക്കേണ്ട, നല്ല ടേസ്റ്റി ആയിരുന്നു കറി. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. ഇതേപോലത്തെ നിറയെ കേരള ലഞ്ച് മെനു റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം ഉണ്ടാക്കുന്ന ബീട്രൂട്ട് എരിശ്ശേരിയാണ്. അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ തോരപ്പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കാം. അതിൻ്റെ ഒപ്പം ബീട്രൂട്ട് ഇത്ര വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, നിറയെ വെളുത്തുള്ളി ചേർക്കണം. അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ ഒരു ഡിസ്റ്റേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടും. അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5-6 വിസിൽസ് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ പ്രഷർ കുക്ക് ചെയ്തത്. അതിനുശേഷം പ്രഷർ റിലീസ് ആകുമ്പോൾ നമ്മൾ ഈ കുക്കർ തുറന്നിട്ട് ഈ ബീട്രൂട്ടിനൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കും. വല്ലാണ്ട് അങ്ങോട്ട് ഉടയ്ക്കണ്ട, കുറച്ച് പീസസ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ബീട്രൂട്ടൊക്കെ നന്നായി ഉടച്ച് ഒന്നും കൂടെ ഞാൻ കറി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി അരച്ചെടുത്ത പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചെറിയൊരു തിള വരുന്ന വരെ നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അത് തിളച്ച് വരുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, ചെറിയുള്ളി, വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കടുക് പൊട്ടി ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി ചുവന്ന് വരുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ താളിപ്പ് നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബീട്രൂട്ട് എരിശ്ശേരി റെഡിയാകും. അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് അമരക്കായും പയറും കൂടിയുള്ള മെഴുക്കുവരട്ടിയാണ്. അതിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അമരക്കായും പയറും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി വേകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തീയിലിട്ട് ഇളക്കി എടുത്ത് നമ്മുടെ അമരക്കായും പയറിൻ്റെയും മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അടുപ്പത്തു നിന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ കേരള ലഞ്ച് മെനുവിലെ 2 റെസിപ്പീസ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.